Hello students, welcome back to my YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിനെ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അവിടെ നമ്മൾ സ്പെറിക്കൽ മിറേഴ്സിനെ കുറിച്ചും പ്ലെയിൻ മിറേഴ്സിനെ കുറിച്ചും പഠിക്കും. അതിനുശേഷം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫിനോമിനാസ്, അതുകൂടാതെ ലെൻസിനെ കുറിച്ചാണ് ആ ഭാഗത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നീടുള്ളത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അവിടെ സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് ടെലസ്കോപ്പ്, അതുകൂടാതെ നമ്മുടെ ഐനെ കുറിച്ചും ആ ഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ വളരെ വലിയൊരു ചാപ്റ്ററാണ് റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ കോൺസെപ്റ്റായ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അല്ലേ? എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when a beam of light falls on a smooth shiny surface, what happens? It bounces back to the same medium, and that phenomenon of light is called reflection of light. Now ഈ ഇൻസിഡന്റ് ചെയ്യുന്ന റേനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ആ ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്ന പോയിന്റിൽ വരക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലറിനെയാണ് എന്ത് വിളിക്കുന്നത്? നോർമൽ അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. നൗ ദിസ് ഈസ് കോൾഡ് റിഫ്ലക്ടർ റേ. നൗ ഈ ഫിനോമിനയുമായിട്ട് ബന്ധപ്പെട്ട് 2 ലോ ഉണ്ട്. ഫസ്റ്റ് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത് അറിയാമോ? ദി ഇൻസിഡന്റ് റേ, നോർമൽ and the reflector ray should lie in the same plane. അതായത് ഇൻസിഡന്റ് റേയും നോർമലും റിഫ്ലക്ടർ റേ എല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ലോ സ്റ്റേറ്റ് ചെയ്തത് എന്താണെന്ന് നോക്കൂ. The angle between incident ray and normal is called angle of incidence denoted by I. അതേപോലെ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് ദി റിഫ്ലക്ടർ റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. രണ്ടാമത്തെ ലോ എന്താണെന്ന് ശ്രദ്ധിച്ചോളൂ. ദി ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ദാറ്റ് ഈസ് I ഈക്വൽ ടു R. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആൻഡ് ദീസ് നെക്സ്റ്റ് ടോപ്പിക്, reflection from plane surface, that is about plane mirror. അതായത് ഒരു പ്ലെയിൻ മിറർ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, ആ ഇമേജിന്റെ നാച്ചർ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. നൗ ഇതൊരു പ്ലെയിൻ മിറർ ആണെന്നിരിക്കട്ടെ. ലെറ്റ് O be a point object. അപ്പൊ ഇവിടെ നിന്നും ഒരു ലൈറ്റ് ഈ മിററിൽ ഇൻസിഡന്റ് ചെയ്യുകയാണ്. അവിടെ വെച്ച് ആ ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകും അല്ലേ? ഇത് മറ്റൊരു റേ ആണ്. ആ റേ ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്യുന്നു. ഈ 2 റിഫ്ലക്ടർ റേനെയും ബാക്കിലോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 റിഫ്ലക്ടർ റേയും ഇവിടെ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ? ബാക്കിലോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ I എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആക്ച്വലി റിഫ്ലക്ടർ റേ എന്ത് ചെയ്യുന്നില്ല? മീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ലൈറ്റ് റേ വരുന്നത് ഈ പോയിന്റിൽ നിന്നാണെന്ന് തോന്നും. ആ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ? ഇവിടെ റിഫ്ലക്ടർ റേസ് തമ്മിൽ ആക്ച്വലി മീറ്റ് ചെയ്തിട്ടല്ല ഇമേജ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഇമേജ് എന്ന് പറയുന്നത് എന്ത് ഇമേജ് ആണ്? വിർച്വൽ ഇമേജ് ആണ്. അപ്പോൾ ഒരു പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജിന്റെ നാച്ചർ എപ്പോഴും എന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും. മറ്റൊരു കേസും കൂടെ നോക്കാം. Let OB be an object placed in front of a plane mirror. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു റേ ഈ പ്ലെയിൻ മിററിൽ ഇൻസിഡന്റ് ചെയ്യുന്നു. അത് ഈ മിററിന് നോർമൽ ആയിട്ടാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വന്ന അതേ പാത്തിലൂടെ ആ ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്യും. മറ്റൊരു റേ ഈ പോയിന്റ് ഇൻസിഡന്റ് ചെയ്യുകയാണ്. So നിങ്ങൾക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കണം. സോ ഈ റേ ഇങ്ങോട്ടേക്ക് റിഫ്ലക്ട് ചെയ്യും. ഈ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് റിഫ്ലക്ടർ റേനെയും ബാക്കിലോട്ടേക്ക്
ഈ റിഫ്ലക്ടർ റേനെയും ബാക്കിലോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാലോ. അവിടെയാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, ഇമേജ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ വിർച്വൽ ഇമേജ്. അപ്പോൾ ഒരു പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജിന്റെ നാച്ചർ എപ്പോഴും എന്തായിരിക്കും, വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ വാട്ട് അബൌട്ട് ദി സൈസ് ഓഫ് ദി ഇമേജ്, സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജിന്റെ നാച്ചർ എന്തൊക്കെയാണ്, വിർച്വൽ, ഇറക്റ്റ് ആൻഡ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് മിററിൽ നിന്നും ഒബ്ജക്റ്റിലോട്ടേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ മിററിൽ നിന്നും ഇമേജിലോട്ടേക്കുള്ള ഡിസ്റ്റൻസും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇതൊരു പ്ലെയിൻ മിറർ ആണെന്നിരിക്കട്ടെ. Let O be an object and I be its image. Now O1 be a stationary observer. Now when the object move toward the mirror with the speed u, move towards or away from the mirror with the speed u, then the image will also approach or recede with the same speed u with respect to a stationary observer. That means ഈ ഒബ്ജക്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തില് ഈ മിററിന് അടുത്തോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ what is the speed of the image with respect to the object? That is also 10 meter per second. Now similar is the situation if the mirror moves. മറ്റൊരു ഇമ്പോർട്ടൻസ് പോയിന്റ്, what is the speed of the image with respect to the object? That is equal to u minus u, that is equal to 2u. That is the speed of the image with respect to the object is equal to 2u. Okay. Now the next topic, deviation produced by a plane mirror. Now അതിലെ ഫസ്റ്റ് കേസ് ആണിത്. ഇതൊരു പ്ലെയിൻ മിറർ ആണെന്നിരിക്കട്ടെ. ഈ മിററിൽ ഒരു ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുകയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ. ആ ലൈറ്റ് റേ എന്ത് ചെയ്യും, ഈ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്യും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര തന്നെയായിരിക്കും, തീറ്റ. അക്കോർഡിംഗ് ടു ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയായിരിക്കും, തീറ്റ തന്നെ. ഇപ്പോൾ നോക്കൂ, റിഫ്ലക്ഷൻ എന്ന ഫിനോമിന ഇല്ലായിരുന്നെങ്കിൽ ഈ ലൈറ്റ് റേ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ പാസ് ചെയ്യേണ്ടത്. ദിസ് ഈസ് ദി ഇനീഷ്യൽ പാത്ത് ഓഫ് ദി ലൈറ്റ് റേ. ആ ഇനീഷ്യൽ പാത്ത് ഫൈനൽ പാത്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. ഈ ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. എങ്ങനെ നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കാണാം. ഈ മൊത്തം ആംഗിൾ എത്രയാണെന്ന് നോക്കൂ. ഇത് 180 അല്ലേ. അതിൽ നിന്നും എന്ത് ചെയ്താൽ മതി, ഇത്രയും ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ കിട്ടുമല്ലോ. അപ്പൊ 180 മൈനസ് ഇത്രയും ആംഗിൾ എത്രയാണ്, തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ. സോ ഇൻ ദിസ് കേസ് ദിസ് ഈസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് angle of deviation, that is delta equal to 180 minus 2 theta. Okay. Now the second case, consider two plane mirrors M1 and M2. They are inclined to each other by an angle 90 degree. Now ഈ M1 എന്ന മിററിൽ ഒരു ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുകയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് തീറ്റ. സ്വാഭാവികമായിട്ടും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും, തീറ്റ ആയിരിക്കും അല്ലേ. ആ റിഫ്ലക്ടർ റേ ഈ രണ്ടാമത്തെ മിററിൽ തട്ടി വീണ്ടും റിഫ്ലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എത്രയായിരിക്കും, ഇത് നോക്കൂ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ. ഈ ആംഗിൾ തീറ്റയാണ്, ഇത് 90 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എത്രയായിരിക്കും വരിക, 90 മൈനസ് തീറ്റ. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് സ്വാഭാവികമായിട്ട് 90 മൈനസ് തീറ്റ അല്ലേ വരിക. Now ഇവിടെ നോക്കൂ, ഈ ലൈറ്റ് റേയുടെ ഇനീഷ്യൽ പാത്ത് ആണ് ഇതല്ലേ. ദിസ് ഈസ് ദി ഫൈനൽ പാത്ത്. അപ്പൊ ഈ ആംഗിളിനെയാണ് എന്ത് വിളിക്കുന്നത്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സപ്പോസ് ഇറ്റ് ഈസ് ഡെൽറ്റ 1. ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഡീവിയേഷൻ അറ്റ് M1? ഡീവിയേഷൻ at M1 equal to delta delta 1 equal to what we can write? P മൊത്തം ആംഗിൾ 180 ആണ്. അതിൽ നിന്നും ഈ ആംഗിൾ എത്രയാണ്, തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റ. അപ്പൊ 180 നിന്നും 2 തീറ്റ പോയി കഴിഞ്ഞാൽ ഡെൽറ്റ 1 കിട്ടും അല്ലേ. സോ ഡെൽറ്റ 1 ഈക്വൽ ടു 180 മൈനസ് 2 തീറ്റ. ദിസ് ഈസ് ദി ഡീവിയേഷൻ അറ്റ് M1.
ഇനി നമുക്ക് ഇവിടെ ഡീവിയേഷൻ ആയിട്ട് m2 കണ്ടു നോക്കാം. അപ്പോൾ this is the initial path, this is the final path. So this is the deviation produced by the second mirror, that is delta 2. എങ്ങനെ delta 2 കാണാം നമുക്ക്? Deviation at m2, that is delta 2 equal to what we get? Delta 2 എങ്ങനെ കാണാം? Again 180 ൽ നിന്നും this much angle subtract ചെയ്താൽ മതി അല്ലേ? So 180 minus 90 minus theta. 90 minus theta means 2 into 90 minus theta. So 2 into 90 minus theta, that is 180 minus 180 minus what we get? 2 theta. So what we get? Minus minus plus. So the answer is 2 theta. So the deviation produced at the second mirror is delta 2 is equal to 2 theta. Now can you find out the total deviation? Total deviation equal to delta equal to delta 1 plus delta 2, that is 180 minus 2 theta plus what is the value of delta 2? 2 theta. Here 2 theta get cancelled, we get 180. Is it clear? അടുത്തത് case 3. അപ്പോൾ ഇവിടെ എന്താണ് ഡിഫറൻസ്? നേരത്തെ ഈ രണ്ട് മിററും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ they are inclined to each other by an angle theta. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഡീവിയേഷനും ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ഒക്കെ എങ്ങനെ കാണാമെന്ന് നോക്കാം. അപ്പോൾ മിറർ M1 ഒരു ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുകയാണ്, ഹാവിംഗ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൽഫ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? ആൽഫ തന്നെയായിരിക്കും. നൗ ഇതാണല്ലോ ഈ M1 എന്ന മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡീവിയേഷൻ. then how we can find out the value of delta 1? Deviation at M1 delta 1 equal to, we can find out so ഈ മൊത്തം ആംഗിൾ 180, അതിൽ നിന്നും 2 ആൽഫ മൈനസ് ഈ ആംഗിൾ മൈനസ് ചെയ്താൽ പോരെ. ഈ ആംഗിൾ എത്രയാണ്? ആൽഫ പ്ലസ് ആൽഫ 2 ആൽഫ. സോ ഡെൽറ്റ 1 ഈക്വൽ ടു 180 മൈനസ് 2 ആൽഫ. ഇനി നമുക്ക് ഇവിടെ നോക്ക്, ഈ ലൈറ്റ് റേ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് ഇവിടെ വന്നു, ഇവിടുന്ന് ആ ലൈറ്റ് റേ വീണ്ടും റിഫ്ലക്ട് ചെയ്തു. ഇത് ഇൻസിഡന്റ് ചെയ്ത പോയിന്റിൽ വരച്ചിരിക്കുന്ന നോർമൽ ആണ്. ഈ ലൈറ്റ് റേന്റെ പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇനീഷ്യൽ പാത്തും ഫൈനൽ പാത്തിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ 2 അല്ലേ? ഇത് നമുക്കിവിടെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനിവിടെ എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്, തീറ്റ മൈനസ് ആൽഫ, തീറ്റ മൈനസ് ആൽഫ. അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഈ ആംഗിൾ തീറ്റയാണല്ലോ, എങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് മൊത്തം 90 ആൽഫ പോയാലല്ലേ ഈ ആംഗിൾ കിട്ടുക. സോ ദിസ് ആംഗിൾ ഈസ് 90 മൈനസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഈ ആംഗിൾ എക്സ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? 180 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടി? എക്സ് പ്ലസ് തീറ്റ പ്ലസ് 90 മൈനസ് ആൽഫ, that is equal to 180 degree, isn't it? Now അങ്ങനെയാണെങ്കിൽ x equal എന്ത് വരും? 180. ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് തീറ്റ മൈനസ് 90 പ്ലസ് ആൽഫ, that is 180 മൈനസ് 90 മൈനസ് തീറ്റ പ്ലസ് ആൽഫ. ഈ ആംഗിൾ എത്ര കിട്ടി? 90 മൈനസ് തീറ്റ പ്ലസ് ആൽഫ എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? y ആണെന്ന് എക്സ് ഡാഷ് ആണെന്ന് ഇരിക്കട്ടെ. എങ്ങനെ എക്സ് ഡാഷിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? ഈ ആംഗിള് അപ്പൊ ഈ 90 ഡിഗ്രിയിൽ നിന്നും ഈ ആംഗിൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ കിട്ടുമല്ലോ. നോക്കൂ, ഈ ആംഗിൾ മൊത്തം 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിയിൽ നിന്നും എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എക്സ് ഡാഷ് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ഡാഷ് ഈക്വൽ ടു 90 മൈനസ് എക്സിന്റെ വാല്യൂ എത്രയാണ്? 90 മൈനസ് തീറ്റ പ്ലസ് ആൽഫ, that is 90 minus 90 minus minus plus theta minus plus minus alpha. 90 minus 90 0. What we get? Theta minus alpha.
അപ്പൊ അങ്ങനെയാണ് ഈ ആംഗിൾ എത്ര കിട്ടിയത്? തീറ്റ മൈനസ് ആൽഫ കിട്ടിയത്. ഇപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് തീറ്റ മൈനസ് ആൽഫ ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? തീറ്റ മൈനസ് ആൽഫ. ഇനി അടുത്തതായിട്ട് ആംഗിൾ ഓഫ് ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് M2 കണ്ടുപിടിക്കണം അല്ലേ? സോ ഡീവിയേഷൻ അറ്റ് M2, ഡീവിയേഷൻ അറ്റ് M2 എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ 2 ഈക്വൽ ടു ഇത് മൊത്തം ആംഗിൾ 180. 180 നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? ദിസ് മച്ച് ആംഗിൾ മൈനസ് ചെയ്താൽ പോരെ? അത് എത്രയാണ്? 2 into തീറ്റ മൈനസ് ആൽഫ. ഓക്കെ, ദാറ്റ് ഈസ് 180 മൈനസ് 2 തീറ്റ പ്ലസ് 2 ആൽഫ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദി ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് M2. Now we have to find out the total deviation. How we can find out the total deviation? Total deviation delta equal to delta 1 plus delta 2. What is the value of delta 1? 180 minus 2 alpha. What is the value of delta 2? 180 minus 2 theta plus 2 alpha. Here what happened? 180 plus 180 360. Put a minus 2 alpha plus 2 alpha cancel out with it 360 minus 2 theta. See, this is the total deviation produced in this case. Okay. ഇനി അടുത്തതായിട്ട് മിററുമായിട്ട് പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഡെറിവേഷൻ സൈഡിലോട്ടേക്ക് ഒന്നും കിടക്കുന്നില്ല, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. കീപ്പിംഗ് ദി ഇൻസിഡന്റ് റേ ഫിക്സഡ് if the mirror is rotated by an angle theta about an axis in the plane of the mirror, the reflector ray is turned by 2 theta. അതായത് മിററിനെ നമ്മൾ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ the reflector ray is turned by 2 theta. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മിററിനെ 30 ഡിഗ്രി ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ റിഫ്ലക്ടർ റേ എത്ര ഡിഗ്രി ടേൺ ചെയ്യും? 2 into 30 that is equal to 60 degree. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. A man of height h requires a mirror of length at least equal to h by 2 to see his own complete image. അതായത് എൻ്റെ ഇമേജ് മുഴുവനായിട്ടും കാണണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മിററിന്റെ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി മാൻ ആയിരിക്കണം. ഓക്കെ, നൗ നെക്സ്റ്റ് പോയിന്റ്. To see complete wall behind himself, a person requires a plane mirror of at least 1/3 the height of the wall. It should be noted that person is standing in the middle of the room. അതായത് എൻ്റെ ഞാനൊരു റൂമിൻ്റെ പുറകിൽ എക്സാക്ട്ലി സെൻറ്ററിൽ നിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പം എനിക്ക് എൻ്റെ പുറകിലുള്ള കംപ്ലീറ്റ് വാള് എൻ്റെ മുമ്പിലുള്ള ആ മിററിൽ, ചുമരിലുള്ള മിററിൽ എൻ്റെ കംപ്ലീറ്റ് ഇമേജ് ലഭിക്കണമെങ്കിൽ, ഞാൻ എവിടെ നിൽക്കുന്നത്? ആ റൂമിൻ്റെ സെൻറ്ററിലാണ്. ലഭിക്കണമെങ്കിൽ ആ മിററിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? റിക്വയർ അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു 1/3 ദി ഹൈറ്റ് ഓഫ് ദി വാൾ. ആ വാളിൻ്റെ ഹൈറ്റിൻ്റെ 1/3 എങ്കിലും ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് ഇവിടെ നോക്കൂ. ഇത് രണ്ട് മിററാണ്, M1 ആൻഡ് M2. They are inclined to each other by a certain angle theta. ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജസ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ ചെല്ലുമ്പോൾ ട്രയൽ റൂമിൽ കയറാറില്ലേ? അവിടെ ഒന്നിലധികം മിറേഴ്സ് ഒക്കെ കാണാം. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ നിൽക്കുമ്പം നമ്മുടെ ധാരാളം ഇമേജസ് കാണാൻ സാധിക്കുമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ മിറർ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ എത്ര ഇമേജ് ഫോം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് കാണാനുള്ള ഫോർമുലയാണ് 360 by theta minus 1 if 360 by theta is even. അതായത് 360 by theta ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഈവൺ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ഫോർമുലയാണ് 360 by theta minus 1. ഇനി അഥവാ 360 by theta ഈവൺ അല്ല കിട്ടുന്നതെങ്കിൽ അഗൈൻ നമ്മൾ മറ്റൊരു കാര്യം കൂടെ നോക്കണം. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് സിമെട്രിക് ആയിട്ടാണോ അസിമെട്രിക് ആയിട്ടാണോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കേ, ഈ മിറർ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെന്നിരിക്കട്ടെ. ഇപ്പൊ ഈ ആംഗിൾ തീറ്റ ബൈ 2, ഇതും തീറ്റ ബൈ 2.
ഈ ലൈനിൽ ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചതെങ്കിൽ നമുക്ക് പറയാം ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് സിമെട്രിക് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ഫോർമുല അഗൈൻ എത്ര തന്നെയാണ്? 360/θ - 1 തന്നെയാണ്. ഒന്നുകൂടെ പറയാം, 360/θ കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അഗൈൻ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് സിമെട്രിക് ആയിട്ടാണോ അസിമെട്രിക് ആയിട്ടാണോ വെച്ചെന്ന് നോക്കണം. ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ സിമെട്രിക് ആയിട്ടാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ അസിമെട്രിക് ആയിട്ടാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ സിമെട്രിക് ആയിട്ടാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ഫോർമുല അഗൈൻ എത്രയാണ്? 360/θ - 1 തന്നെയാണ്. പക്ഷെ അസിമെട്രിക് ആയിട്ടാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് ഫോർമുല ഈസ് ഈക്വൽ ടു ഓൺലി 360/θ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ രണ്ട് മിററിന് പാരലൽ ആയിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ എത്ര ഇമേജസ് ഫോം ചെയ്യും? രണ്ട് മിറർ പാരലൽ ആയിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം θ ഈക്വൽ ടു 0 അല്ലേ? So 360/0 equal to infinity. Infinity minus 1 equal to again infinity. That means infinite number of images are formed between two parallel plane mirrors. Okay. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് സ്പെറിക്കൽ മിറേഴ്സ് ആണ്. ഇവിടെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത് മുഴുവനും പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്പെറിക്കൽ മിററിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ബൈ.